ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ചെറിയ ബിസിനസ്സുകാർക്ക് വേണ്ടിയാണ്. വളരെ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിങ്ങിന് ഒരുപാട് ഫണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യത്തെ 100 കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, സാരിയൊക്കെ ഫ്രീലാൻസ് ആയിട്ട് വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് സ്ത്രീകളാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ ബൊട്ടീക്ക് എന്നുള്ള രീതിയിലൊക്കെ നടത്തുന്നവർ, സാരി എടുത്ത് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ചെറിയ ജ്വല്ലറിയൊക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാർ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചും എങ്ങനെയാണ് നിങ്ങളുടെ ആദ്യത്തെ 100 കസ്റ്റമേഴ്സിനെ വാട്സപ്പ് വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം 100 കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്കത് മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഏറ്റവും അവസാനം വരെ കണ്ടിരിക്കണം. ഏറ്റവും ആദ്യത്തെ പോയിന്റ്, നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടാവും, അത് വാട്സപ്പ് ബിസിനസ് ആക്കി മാറ്റുക. കാരണം വാട്സപ്പ് ബിസിനസ്സിന് ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുക. കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഫോട്ടോ, കൃത്യമായിട്ടുള്ള ഒരു ബാനർ. അപ്പോൾ നിങ്ങൾക്കൊരു ലോഗോ ആണെങ്കിൽ ആ ലോഗോ തന്നെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ടൊക്കെ കരുതുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. കൃത്യമായിട്ടത് മനസ്സിലാക്കണം. നിങ്ങളുടെ ബിസിനസ് നെയിം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. കാരണം ഒരാൾ പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒരു കോംപ്രമൈസും അതിനകത്ത് പാടില്ല എന്നുള്ളതാണ്. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഫോട്ടോസ്, പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ്, കാറ്റലോഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് എന്നുള്ള ടൈമും ബിസിനസ് അവേഴ്സും ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാനും ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ വാട്സപ്പ് പ്രൊഫൈലിൽ നിങ്ങൾ ഫില്ല് ചെയ്യാതെ വിടേണ്ട ഒരു ഭാഗവുമില്ല. എല്ലാ ഭാഗവും കൃത്യമായി ഫില്ല് ചെയ്ത് ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു നല്ല കിടിലൻ ഇമേജ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വാട്സപ്പ് പ്രൊഫൈൽ സെറ്റ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക. അടുത്തതെന്നുള്ളത് നമ്മളുടെ സ്റ്റാറ്റസുകളാണ്. പ്രത്യേകിച്ചും സ്റ്റാറ്റസുകൾ, നിങ്ങളുടെ സ്റ്റാറ്റസ് ചിലപ്പം അത്യാവശ്യം നല്ല കോൺടാക്ട് ബേസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ചിലപ്പോൾ 400-500 ആളുകളൊക്കെ ഓരോ ദിവസവും നിങ്ങളുടെ സ്റ്റാറ്റസുകൾ കാണുന്നുണ്ടാവും. അപ്പം ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഓഫറുകളുടെ ഒക്കെ സ്റ്റാറ്റസുകൾ പോസ്റ്ററുകളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഒരു ദിവസം 2-3 സ്റ്റാറ്റസുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രൊഡക്റ്റുകളെക്കുറിച്ച്, അതിൻ്റെ സ്റ്റോറിയെക്കുറിച്ച്, ചിലപ്പോൾ ടെസ്റ്റിമോണിയലായിരിക്കാം, അങ്ങനെ ഒന്ന്, ചിലപ്പോൾ ഓഫറുകളായിരിക്കാം, അത്തരത്തിലൊന്ന്. അങ്ങനെ സ്ഥിരമായിട്ട് ഇത്തരത്തിലൊരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 3 സ്റ്റാറ്റസ് എങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിലൊന്ന് നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയോ ടെസ്റ്റിമോണിയലോ ആയിരിക്കാം, ഒന്ന് ഒരു ഓഫറായിരിക്കാം, ഒന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് കാറ്റലോഗ് പോലെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാം. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ബ്രോഡ്കാസ്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അവരും കൂടി നമ്മളുടെ സേവ് ചെയ്ത് കഴിഞ്ഞാലാണ് ബ്രോഡ്കാസ്റ്റ് കൃത്യമായിട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്ന ആളുകളുടെ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കുക. അവരോട് പറയാം, പുതിയ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് സേവ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുക. പല ആൾക്കാരും എൻക്വയറി മാത്രം നടത്തിയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളോട് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും, അവരുടെ സെപ്പറേറ്റ് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര തരം 2 ബ്രോഡ് കാറ്റഗറി ആക്കിയിട്ട് മാറ്റാം. ഒന്ന് വളരെ താല്പര്യമുള്ള ഹോട്ടായിട്ടുള്ള നമ്മുടെ സർക്കിൾ, അതിൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രോസ്പെക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരുടെ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്. അപ്പോൾ അതിൽ രണ്ടിലും 2 രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഹോട്ടായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കൊടുക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ അടുത്തേക്ക് വല്ല ഓഫറുകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴാണ് ഇടയ്ക്ക് ഇത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ അവർ നമ്മളെ അൺഫോളോ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. കംപ്ലീറ്റ് എല്ലാ ദിവസവും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ അൺഫോളോ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 തരത്തിൽ 2 ബ്രോഡ്കാസ്റ്റ് രീതികൾ ഉണ്ടാക്കി അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. നമ്മൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. 4-മത്തെ എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് പോലെ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഗ്രൂപ്പുകൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ വെറുതെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. അതിനകത്ത് വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഡ്രസ്സിനെ കുറിച്ചാണെങ്കിൽ പുതിയ ട്രെൻഡുകളെക്കുറിച്ച്, പുതിയ ഫാഷനെക്കുറിച്ച്, പുതിയ രീതികളെക്കുറിച്ച്, പുതിയ മെറ്റീരിയലിനെ കുറിച്ച്, സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒക്കെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ഫുഡിനെ കുറിച്ചാണെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും സ്റ്റഫും ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ
ഹെൽത്തിനെ കുറിച്ച് കോമൺ ആയിട്ടുള്ള എത്രയോ വീഡിയോസ് ഉണ്ട്, പല തരത്തിലുള്ള അസുഖങ്ങളെക്കുറിച്ച്, ഹോം റെമഡീസിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താൽ ആൾക്കാർ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ഗ്രൂപ്പുകൾ മാക്സിമൈസ് ചെയ്യുക, ഗ്രൂപ്പുകളെ എൻഗേജ്ഡ് ആക്കി എല്ലാ ദിവസവും നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ നിന്ന് ചിലപ്പോൾ ആദ്യം ഒരു 5 പേരായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. ഈ 5 പേരും എന്താണ്, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സാണ്. ഏറ്റവും ആദ്യം മേടിച്ചിട്ടുള്ള 5 പേരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് വലിയ വിശ്വാസമുണ്ട്. അവരെ നമ്മൾ മാക്സിമം ഹാപ്പി ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഏറ്റവും മിനിമം ഒരു 5 പേരിലേക്ക് കൂടി ഒന്ന് റെഫർ ചെയ്യാനായിട്ട് പറയുക. റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്കൊരു റെഫറൽ ഇൻസെൻറ്റീവ് കൊടുക്കാം, അവരുടെ അടുത്ത പർച്ചേസിലൊരു ഓഫ് കൊടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഓഫറുകളും സ്കീമുകളും നമ്മളുടെ ഈ ആദ്യത്തെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ 5 പേരിൽ നിന്ന് 25 കസ്റ്റമേഴ്സ് വീണ്ടും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കാരണം അവർ ഞാൻ തന്നെ മേടിച്ചിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന ഒരാൾ മേടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് റെഫറൽ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ വലിയൊരു ബലം. അപ്പോൾ അതുകൊണ്ട് റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി റെഫറൽസിലൂടെ, അഫിലിയേറ്റ്സിലൂടെ ആളുകളെ ബിൽഡ് ചെയ്യുക എന്നുള്ളത്, കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാട്സപ്പ് ലിങ്കുകൾ, നമ്മളുടെ ഈ ഗ്രൂപ്പുകളിലേക്കൊക്കെ ആളുകളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വാട്സപ്പ് ലിങ്കുകൾ എല്ലായിടത്തും ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ ഫേസ്ബുക്കിൽ ഉപയോഗിക്കാം, നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഉപയോഗിക്കാം. അപ്പോൾ എവിടെയൊക്കെ നമ്മളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടോ അവിടെയൊക്കെ ഈ വാട്സപ്പ് ലിങ്കുകൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവരുടെ നമ്മളുടെ ലൂപ്പിലേക്ക് എത്തും എന്നുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവരുടെ ഡാറ്റ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇന്നത്തെ കാലത്ത് ഡാറ്റ വളരെ അമൂല്യമാണ്. ആ ഡാറ്റ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ വരാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പാത്തുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണെന്ന് മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മൾ വോയിസുകൾ ഇടുമ്പോൾ, അതുപോലെ നമ്മളുടെ ലൈവായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന ട്രസ്റ്റ് ചെറുതല്ല. കാരണം നമ്മൾ ലൈവായിട്ട് നമ്മളുടെ എത്തിയിട്ടുള്ള പുതിയ കളക്ഷൻസ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് നമ്മളൊരു വോയിസ് കൊടുക്കുകയാണ്, നമ്മുടെ എൻറ്റയർ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിൽ ഒരു വോയിസ് കൊടുക്കുന്നു. സാറേ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട്, നമുക്ക് ഏകദേശം 50ഓളം ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരീസാണ് വന്നിട്ടുള്ളത്, ഇത് ഇന്ന ഫാബ്രിക്കിലുള്ള സാരീസാണ്, അല്ലെങ്കിൽ ഇന്ന സ്റ്റൈലിലുള്ള സാരീസാണ് വന്നിട്ടുള്ളത്, ഒന്ന് നോക്കിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും. അപ്പം റാദർ ദാൻ എ ബിസിനസ്, ഒരു അറ്റാച്ച്മെൻറ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് വോയിസുകളിലൂടെയും വീഡിയോകളിലൂടെയും സാധ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മൾ ലീഡുകൾ മിസ്സാക്കരുത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കാം, പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കുന്നുള്ളതാണ് ചാറ്റ് ബോട്ടുകളുടെ പ്രത്യേകത. അതിനുശേഷം ചാറ്റ് ബോട്ട് ഒരു പെർട്ടിക്കുലർ ഒരു 3-4 സ്റ്റേജസ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആവശ്യമാണെങ്കിൽ നമ്മൾ അത് ഇൻ്റർവ്യൂ ചെയ്യുക തന്നെ വേണം. കാരണം എത്രമാത്രം സമയം നിങ്ങൾ ഒരു ലീഡിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പാഴാക്കുന്നുവോ അത്രമാത്രം സാധ്യതകൾ കുറയുമെന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലയൻറ്റ് ടെസ്റ്റിമോണിയൽസ് വളരെ പ്രധാനമാണ്. കാരണം എപ്പോഴും ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. അപ്പോൾ ടെസ്റ്റിമോണിയൽസ് കൊടുക്കുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന ഒരു ട്രസ്റ്റാണ്, മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അവരതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ റിവ്യൂസ്, ടെസ്റ്റിമോണിയൽസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഫൈനലി നിങ്ങളെല്ലാവരും ഓർക്കേണ്ട കാര്യം, ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മാസത്തേക്കെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് കേട്ടോ, ഏറ്റവും ചുരുങ്ങിയത് 3 മാസമെങ്കിലും ചെയ്യുക. 6 മാസമെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില അനുഭവങ്ങൾ. പക്ഷേ 3 മാസമെങ്കിലും ചെയ്താൽ നിങ്ങൾക്കതിൽ നിന്ന് റിസൾട്ട് ഉണ്ടായി തുടങ്ങുന്നതായിട്ട് കാണാം. 6 മാസം ചെയ്താൽ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻകം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾ വളരുകയും ചെയ്യും. പക്ഷേ നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ വലിയ മടിയന്മാരാണ്, റിസൾട്ട് വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10-15 ദിവസമൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ് ഇത് ക്ലോസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഒന്ന് ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ആദ്യത്തെ 100 കസ്റ്റമേഴ്സ് വളരെ പ്രധാനമാണ്. അവരാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അടിത്തറ. ഈ 100 കസ്റ്റമേഴ്സിനെയും യാതൊരു ചിലവുമില്ലാതെ വാട്സപ്പ് വഴി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.